തള്ളയും മക്കളും കൂടിയും കെട്ടി പുറപ്പെട്ട് പോണത് വേറെ എവിടേക്കല്ല, നമ്മുടെ ചെറുപ്പശ്ശേരി ടൗണിലേക്കാണ് കേട്ടോ. ഒരു കുഞ്ഞ് പർച്ചേസിങ്, എൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോകണം. അപ്പോൾ വീട്ടിൽ ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന ടീഷർട്ടുകൾ മേടിക്കാനുള്ള പോക്കാണ്. രണ്ടുപേർക്കും ഇല്ല കേട്ടോ, അച്ചൂട്ടന് മാത്രം. ആദ്യം അതൊക്കെ ഉണ്ട്. അച്ചൂട്ടൻ്റെ ഡ്രസ്സൊക്കെ നാശമായിട്ടുണ്ട്. അവന് ഈ പെയിൻറ്റും കളറും ഒക്കെ ആക്കിയിട്ട് ഏത് നേരം നനയ്ക്കും കരിമ്പനെയും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അവൻ്റെ ഡ്രസ്സുകളൊക്കെ പെട്ടെന്ന് നാശമാവും കേട്ടോ. പിന്നെ എനിക്കുണ്ടല്ലോ ഒരു ചപ്പലും മേടിക്കണം. എൻ്റെ ചെരുപ്പ് നായ കടിച്ച് മുറിച്ച് ആകെ നാശോശമാക്കിയിട്ടുണ്ട്. ഞാൻ ഷൂസ് ഇട്ടിട്ടാണ് ഓഫീസിലൊക്കെ പോകാറ്. അതാണെങ്കിൽ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ മഴ നനങ്ങി വേർത്ത് ഭയങ്കര നാറ്റമായിരിക്കും, അസഹനീയമായിരിക്കും. സോക്സ് ഇട്ടാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, സോക്സ് ഇടുന്നത് എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം നേരെ സാമിയിലാണ് വന്നത്. അവിടെ വന്നപ്പോഴും ഓർത്തെ സാരി വെച്ച് ഞാനൊരു ടോപ്പ് അടിച്ചില്ലായിരുന്നു, അതിലോട്ടൊരു പെയിൻറ്റ് വേണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ മേലത്തെ ഫ്ലോറിൽ വന്ന് നമുക്ക് ചുരിദാറിലേക്കുള്ള പാൻറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം അങ്ങനെ കാണിച്ചു കൊടുക്കുമായിരുന്നു. പാൻറ്റുകളും ഡ്രസ്സുകളൊക്കെ ഓണാവാറായി, വലിയൊരു പർച്ചേസിങ് ഒക്കെ വേണമല്ലോ. അപ്പോൾ അവൻ അവിടെ നിന്നൊന്നും പറ്റില്ല, അവൻ്റെ സ്വന്തം കട മൊക്കെയാണ്. ഇവിടെ നിർത്താലേ മൂപ്പർക്ക് തൃപ്തിയാവുള്ളൂ. അച്ചൂട്ടിക്ക് എൻ്റെ ഒരു ലെക്കിന് ഇവിടെ നിന്ന് ഒരു 4-5 ടീഷർട്ട് കിട്ടിയിട്ടുണ്ട്. സാമിന്ന് നോക്കിയായിരുന്നു, പക്ഷേ അച്ചൂട്ടിന് അവിടെ ഇഷ്ടമായില്ല. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തുന്ന ആദ്യം മൊക്കയിൽ നിന്ന് വന്ന് എന്തായാലും എടുക്കണം. അപ്പോൾ അവിടെ ഒന്ന് നോക്കി കളയാമെന്ന് ഓർത്തയാണ്. എന്തായാലും നന്നായി. അവൻ്റെ മനം പോലെ തന്നെ കുറച്ചധികം ടീഷർട്ടുകൾ നമുക്ക് ഒപ്പിക്കാൻ പറ്റിയിട്ടാണ്. ഇത് ആദ്യയുടെയാണ്. ഇതിന് 600 സംതിങ് റേറ്റ് ഉണ്ട്. ഇത് നല്ലതാണ്. ആദ്യം എങ്ങനെയാ വെച്ചാൽ ഒരുപാട് എണ്ണം എടുക്കുക എന്നുള്ളതല്ല, എടുക്കുന്നത് നല്ലതാവണം, അങ്ങനെയാണ് കേട്ടോ. അച്ചൂട്ടനാണെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ്, എന്നെ മാതിരിയാണ്. എന്താ പറയുക, ഒരു 10-500 രൂപയ്ക്ക് ഒരു 5-6 എണ്ണം കിട്ടുമെങ്കിൽ ലോക്കലാണെങ്കിലും ഞങ്ങൾക്ക് അതാണ് ഇഷ്ടം. ഒരുപാട് എണ്ണം വേണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അച്ചൂട്ടന് നല്ല ലെക്കായിരുന്നു. ഒരു ബ്ലൂ കളറ്, അതുപോലെ പീച്ച്, നല്ല കടുത്ത പീച്ചും ലൈറ്റ് പീച്ചും ബ്ലാക്കും എല്ലാവിധ കളറുകളുമായി ഒരു 5 ടീഷർട്ട് ഒപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. വീട്ടിലിടാനും പെട്ടെന്നൊന്ന് ടൗണിലൊക്കെ പോകുമ്പോൾ ഒക്കെ ഇടാൻ പറ്റുന്ന നല്ല ക്ലോത്തായിരുന്നു, നല്ല ടീഷർട്ടാണ്. ഇതങ്ങനെ പെട്ടെന്ന് കളർ ഇളകൊന്നുമില്ല. ഞാൻ ഇതിൻ്റെ മുന്നേയും ഒക്കെയെന്ന് ഇതുമാതിരി റേറ്റ് കമ്മിയായിട്ടുള്ള ഡെയിലി യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന ടീഷർട്ടുകൾ അച്ചൂട്ടന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ 5 എണ്ണം ഉണ്ട് കേട്ടോ. കൂട്ടത്തിൽ ഞാൻ എൻ്റെ ചെരുപ്പും കൂടെ ഒന്ന് കാണിച്ചതാണ്. ഞാനേ എഴുതിയുമ്പോൾ തന്ന കഞ്ഞിയും മറുത്തിരുന്ന് കുടിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛനും മകനും പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നതാണ്. അച്ചൂട്ടൻ ഏട്ടൻ്റെ കൂടെയാണ് വന്നത്. ഞാനും ആദ്യം ഓട്ടോ വിളിച്ചാണ് വന്നത്. വരുമ്പോൾ നമ്മുടെ മന്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുന്നേ ഒരു വീഡിയോയിൽ അൽഫാമും റൈസൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾ കഴിക്കുന്നുണ്ടപ്പോൾ കുറേ പേര് എപ്പോഴും ഇങ്ങനെ അതും ഇതൊക്കെ മേടിച്ച് കഴിക്കുകയാണോ, അയാളുടെ അവസ്ഥ അറിയണ്ടേ, അതിനനുസരിച്ച് ജീവിക്കേണ്ടതൊക്കെ ചോദിച്ചായിരുന്നു. നമ്മുടെ എല്ലാ കടവും ബാധ്യതയും പ്രശ്നങ്ങളെല്ലാം തീർന്നിട്ട് നല്ല രീതിക്ക് തിന്ന് കുടിച്ച് നല്ല വസ്ത്രമൊക്കെ ഇട്ടിട്ട് നടക്കുന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് പോയാൽ നാളെ മറ്റന്നാൾ നമ്മൾ ഉണ്ടാവോ ഇല്ലയോ എന്നുള്ള കാര്യത്തിന് പോലും ഒരു ഗ്യാരണ്ടി ഇല്ല. അതുകൊണ്ട് ഉള്ളതുകൊണ്ട് ഉള്ള മാതിരി ഹാപ്പി ആയിട്ട് ജീവിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു പോളിസിയാണ്.